നമ്മൾ KTUവിൻ്റെ ഫ്ലൂയിഡ് ആൻഡ് പാർട്ടിക്കിൾ മെക്കാനിക്സ് 1 മൊഡ്യൂൾ 2 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഈ മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെയിനായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇനിഷ്യൽ സെറ്റ് എന്നുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ നമുക്ക് നോക്കാം. നമുക്കറിയാം ഓൾറെഡി ഫ്ലൂയിഡ് ഈസ് ക്ലാസിഫൈഡ് generally as this and all. Like first one, steady state and unsteady state, uniform and non-uniform flow, laminar and turbulent flow, compressible and incompressible flow, rotational and irrotational flows, one dimensional, two dimensional and three dimensional flow. ഇനി നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ജനറൽ ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോൾ പഠിച്ച ലിസ്റ്റിൽ ഇല്ലാത്തൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ നോക്കാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ വിസ്കോസിറ്റി. നമുക്കറിയാം എല്ലാ ഫ്ലൂയിഡിനും എന്തുണ്ട്, ഒരു വിസ്കോസിറ്റി ഉണ്ട്. വൈ ബിക്കോസ് എവറി ഫ്ലൂയിഡ് ദർ വിൽ ബി ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഈ ഓരോ ലെയർ എടുക്കുമ്പോൾ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഇൻറ്റേർണൽ ഫ്രിക്ഷൻ വിൽ ബി ദർ ആൻഡ് ദാറ്റ് ഫ്രിക്ഷൻ വിൽ കോസ് വിസ്കോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്. അപ്പോൾ ഏതൊരു ഫ്ലൂയിഡ് എടുത്താലും വിസ്കോസിറ്റി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഹണി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിസ്കസ് ഫോഴ്സ് വിൽ ബി ഹൈ വെൻ കമ്പയർഡ് വിത്ത് വാട്ടറിൻ്റെ വിസ്കോസിറ്റി എപ്പോഴും എന്താ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ സ്റ്റഡി ചെയ്യുമ്പോൾ വിസ്കസും ഇൻവിസ്കഡ് റീജിയൻസും നമ്മൾ കൺസിഡർ ചെയ്യണം. വിസ്കസ് റീജിയൻസ് എന്ന് പറയുമ്പോൾ ദിസ് ഫ്രിക്ഷൻ ഫോഴ്സ്, അതായത് വിസ്കോസിറ്റി ഈസ് വെരി ഹൈ. ഇനി ഇൻവിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിസ്കോസിറ്റി ഇല്ല എന്നല്ല, ബട്ട് ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. വി ക്യാൻ നെഗ്ലെക്ട് ദാറ്റ് വേർഡ്. അതായത് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആണ് അവിടെ ഉള്ളതെങ്കിൽ, നെഗ്ലിജിബിൾ ഫ്രിക്ഷൻ ആണ് അവിടെ ഉള്ളതെങ്കിൽ അതെന്തായി മാറും? ഇറ്റ് വിൽ ബി ഇൻവിസ്കഡ് ഫ്ലോ റീജിയൻ. അപ്പോൾ നിങ്ങൾ ഒരു ഫിഗർ കാണിച്ചു തരാം. ഈ ഫിഗർ നോക്കിക്കഴിയുമ്പോൾ ഒരു ഫ്രീ സ്ട്രീം വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ സ്ട്രീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു സ്റ്റഡി ഫ്ലൂയിഡാന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഫ്ലോ ചെയ്തിരിക്കുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഈസ് ലെസ് ആക്ച്വലി. ഓക്കെ, അതായത് ഒരു ഫ്രീ ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെന്താ, ഇപ്പോൾ നമ്മൾ അതിൽ ഓരോ ലെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈസ് ലെസ്, അതായത് വിസ്കോസിറ്റി ഈസ് ലെസ്. ഇനി ഞാൻ പെട്ടെന്ന് അതിലേക്ക് ഒരു മെറ്റൽ ബോൾ വേണ്ട, ഒരു ചെറിയ കല്ലെടുത്ത് ആ വെള്ളത്തിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ലെയറുള്ള റെസിസ്റ്റൻസ് എന്തായി കൂടി വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ ഒരു എക്സ്ട്രാ എന്താ പറയുക, ഒരു സോളിഡ് പാർട്ടിക്കിൾ വന്ന കാരണം ഈ ഇൻവിസ്കഡ് ഫ്ലോ എന്തായിട്ട് മാറി? വിസ്കസ് ഫ്ലോ ആയിട്ട് മാറി. അതായത് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഫ്ലോയിലേക്ക് ഒരു എക്സ്റ്റേണൽ പാർട്ടിക്കിൾ വന്നപ്പോൾ ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഹാസ് ഇൻക്രീസ്ഡ് വിച്ച് വിൽ കോസ് വിസ്കോസിറ്റി. ഓക്കെ, ഇതാണ് നമ്മളിവിടെ ഫ്ലോയിൽ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഫ്ലോ സ്റ്റഡി ചെയ്യുമ്പോൾ വിസ്കസ് റീജിയനും ഇൻവിസ്കഡ് റീജിയനും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫ്ലോ. നമുക്കറിയാം ഫ്ലൂയിഡ് ഫ്ലോ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തതാണത്, പല രീതിയിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു റിവറിൻ്റെ സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കുക. സിംപ്ലി ആ റിവർ സ്റ്റഡി എങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യണം? അതൊരു എക്സ്റ്റേണൽ ഫ്ലോ ആണ്, കാരണം ഒരു സർഫസിൽ വാട്ടർ ഇസ് ഫ്ലോയിങ്. ഇനി നേരെ തിരിച്ച് ഞാനൊരു പൈപ്പിൻ്റെ അകത്തുള്ള വാട്ടർ ഫ്ലോ ചെയ്യുന്നത് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അതെന്തായി? ഇൻറ്റേർണൽ ഫ്ലോ ആയി. ഇത് രണ്ടും നമ്മൾ എന്തുകൊണ്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രോപ്പർട്ടീസ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫ്ലോ. ഒരു എക്സ്റ്റേണൽ ഫ്ലോ ഞാൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ആ സർഫസ്, അതിൻ്റെ ഒരു സർഫസ് ഉള്ള കാരണം നമുക്കറിയാം അതിൻ്റെ വോൾ ഇല്ലാത്ത സർഫസിൽ എപ്പോഴും എന്തായിരിക്കും? ഒരു ലാമിനാർ ഏരിയ ആയിരിക്കും. ഫ്രിക്ഷൻ വിൽ ബി വെരി ലെസ്. ഇനി ഒരു പൈപ്പിൽ ഫ്ലോ നടക്കാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ബൗണ്ടറി ലെയർ കൺസെപ്റ്റ് നമ്മൾ രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്യണം. ഇനി അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്മോൾ പൈപ്പും ഒരു ബിഗർ പൈപ്പ് എടുത്തുവെന്ന് വിചാരിച്ചോ, റേഡിയസിൻ്റെ ഡിഫറൻസിൽ ഒരു സ്മോൾ റേഡിയസും ഒരു ഹയർ റേഡിയസും. ഒരു സ്മോൾ റേഡിയസ് പൈപ്പിൽ ഞാനൊരു വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എൻറ്റയർ ഫ്ലൂയിഡ് വിൽ ബി വൈബ്രേറ്റിംഗ്. അപ്പോൾ ആ ഒരു സ്മോൾ ഡയമീറ്റർ ആയ കാരണം നമ്മൾ അതിൻ്റെ ആ എഫക്റ്റ് എന്ന് പറയുന്നത് ഫുൾ ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്യണം. ഇനി ഒരു ബിഗർ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ലെയറിലേക്ക് ആ വൈബ്രേഷൻ എത്താൻ ചാൻസ് കുറവാണ്, വലിയൊരു ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ സെൻറ്റർ ഏരിയയിൽ നെഗ്ലിജിബിൾ വൈബ്രേഷനും അതിൻ്റെ സർഫസിനോട് ചേർന്ന ഏരിയയിൽ ഹയർ വൈബ്രേഷൻ ഉള്ള രീതിയിൽ വേണം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കമ്പാരിസൺ നടത്തിയാൽ മാത്രമാണ് നമുക്കൊരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫ്ലോയുടെ ഇമ്പോർട്ടൻസ്. അതാണ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഫ്ലോയുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. വാട്ട് ഈസ് കംപ്രസിബിൾ? നമുക്കറിയാം
compressible property നമ്മൾ പഠിച്ചപ്പോൾ gaseous are more compressible than that of water. Why is it happening? അതായത് നമ്മളൊരു gaseous ഒരു ബോട്ടിൽ ഞാൻ എടുത്തു, ആ ബോട്ടിൽ ഓൾറെഡി എയർ ഉണ്ട്. ഇനി ഞാൻ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ പ്രഷർ കൊടുക്കാതെ തന്നെ ഞാനിപ്പോൾ വോളിയം കുറയ്ക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പാർട്ടിക്കിൾ എന്തായാലും കുറച്ചുകൂടി ക്ലോസ്ലി കോമ്പാക്ട് ആവും. അതായത് വി ക്യാൻ കംപ്രസ് ഇറ്റ്. അതിനെ കംപ്രസ് ചെയ്യാൻ നമ്മൾ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് കംപ്രഷൻ നടക്കണേ? നമുക്കറിയാം അവിടെ വോളിയം കുറച്ച് വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കണം? പ്രഷർ കൂടുന്നുണ്ട്, അതനുസരിച്ചിട്ട് കംപ്രസിബിലിറ്റി നടക്കും. ഇനി ഇൻകംപ്രസിബിൾ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ എന്തോരം എഫക്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ വോളിയം ചേഞ്ചിലൊന്നും വലിയ എഫക്റ്റ് വന്നില്ല. ഓക്കെ. ഇനി കംപ്രസിബിൾ നമ്മളിപ്പോൾ ഒരു ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കറിയാം ഒരു ഗ്യാസിൽ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പ്രഷർ വേരിയേഷനോ വോളിയം വേരിയേഷനോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇനി ഇതിന് എങ്ങനെ നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് സ്റ്റഡിയിൽ എഫക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡെൻസിറ്റി വിൽ ബി കോൺസ്റ്റൻറ്റ്. നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റിയിൽ ഡെറിവേഷൻ നടത്താം. കംപ്രസിബിൾ ആണെങ്കിലോ വേരിയിങ് ഡെൻസിറ്റി വെച്ചിട്ട് മാത്രമാണ് നമുക്ക് ഡെറിവേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇൻകംപ്രസിബിൾ ആണോ കംപ്രസിബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സിഗ്നിഫിക്കൻസ്. ഓക്കെ. ഇനി നമ്മൾ തുടക്കത്തിൽ പഠിച്ചാണ് ഒരു ക്ലാസിഫിക്കേഷനാണ് ലാമിനാർ ആൻഡ് ടർബുലൻറ്റ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വേർഷൻ. ഓക്കെ. നമുക്കറിയാം വാട്ടർ ഇഫ് ഇറ്റ് ഈസ് ഫ്ലോയിങ് without any resistance, it is laminar, and if there is any resistance it will cause what? Eddies, back mixing, and like variations and all. അതൊക്കെയാണ് എന്ത് ടർബുലൻറ്റിൽ വരാം. ഇനി നമുക്കൊരു വിത്ത് റെസ്പെക്ട് ടു വിസ്കോസിറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഹൈലി വിസ്കസ് ലിക്വിഡ് എപ്പോഴും ലാമിനാർ ഫ്ലോ ആയിരിക്കും കാണിക്കുക. അത് നിങ്ങൾ സിമ്പിളായിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 1 drop of water and 1 drop of honey, അതിൻ്റെ ഫ്ലോ നോക്കുക. ഹണി നല്ല കോൺസ്റ്റൻ്റ് ആയിട്ട് ലാമിനാർ ഫ്ലോയിലായിരിക്കും പോവുക. വാട്ടർ ദർ വിൽ ബി ലിറ്റിൽ ബാക്ക് മിക്സിങ് വെൻ കമ്പയർഡ് വിത്ത് ഹണി. അപ്പോൾ ഹൈലി വിസ്കസ് ലിക്വിഡ് എപ്പോഴും എന്തായിരിക്കും? ലാമിനാർ ഫ്ലോ ആണ് അറ്റൈൻ ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ സ്മൂത്ത് ലെയർ ആയിരിക്കും, ഹൈലി ഓർഡേർഡ് ആണ്. ടർബുലൻറ്റ് എന്ന് പറയുമ്പോൾ ഹൈലി ഡിസോർഡേർഡ് ആണ്. ദർ വിൽ ബി വേരിയേഷൻ ഇൻ വെലോസിറ്റി. ഈ വെലോസിറ്റി വേരിയേഷൻ്റെ ബേസിലാണ് നമ്മൾ ടർബുലൻറ്റ് എന്നുള്ള പേര് വന്നത് തന്നെ. ഓക്കെ. ഇനി അതിൻ്റെ വേറെ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഫ്രിക്ഷണൽ ഫോഴ്സിന് അതിന് ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി ലാമിനാറും അല്ല ടർബുലൻറ്റും അല്ല, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വന്ന ഒരു സ്റ്റേറ്റാണ് ട്രാൻസിഷൻ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഒരു ട്രാൻസിഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. അൺസ്റ്റേബിൾ ആണെന്നാണ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചത്. പക്ഷേ ഇവിടെ ഒരു ട്രാൻസിഷണൽ ഫ്ലോ ആണ് നടക്കുന്നത്. അത് ലാമിനാർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറുകയും ചെയ്തു, പക്ഷേ ടർബുലൻറ്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളുണ്ട് ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഇനി നാച്ചുറൽ ആൻഡ് ഫോഴ്സ്ഡ് ഫ്ലോ. നാച്ചുറൽ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന നാച്ചുറലി ഒക്കറിങ് ഫ്ലോ എല്ലാം തന്നെ നാച്ചുറൽ ഫ്ലോ ആണ്. ദറ്റ് മീൻസ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഫോർ ദ ഫ്ലോ. ഒരു ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് നാച്ചുറൽ ഫ്ലോ. ആൻഡ് ഇഫ് ദർ ഈസ് എനി എക്സ്റ്റേണൽ ഫോഴ്സ് if we have applied, that is called force flow. അതായത് നമ്മളൊരു ഫ്ലോ നടത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്? ഫോഴ്സ് ഫ്ലോ. ഈ ഫോഴ്സ് എങ്ങനെ കൊടുക്കാം? പമ്പോ ഫാനൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തായി? ഫോഴ്സ് ഫ്ലോ ആയി. ഓക്കെ. നാച്ചുറൽ ഫ്ലോ നടക്കുന്നത് മെയിൻലി ബിക്കോസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഡിഫറൻസ് ആവാം, ബോയൻസി ഫോഴ്സിൻ്റെ ബേസിലാവാം. അങ്ങനെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ചില ലോസിൻ്റെ ബേസിലാണ് നാച്ചുറൽ ഫ്ലോ നടക്കുക. ഇനി സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ ആൻഡ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. ഈ സ്റ്റഡിയും യൂണിഫോം ഏകദേശം സിമിലർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും സ്റ്റഡി സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. യൂണിഫോം എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ലൊക്കേഷൻ ആണ്. അപ്പോൾ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ സെയിം പ്രോപ്പർട്ടിയാണ് ഫ്ലൂയിഡ് എന്നുണ്ടെങ്കിൽ അതിന് യൂണിഫോം ഫ്ലോ എന്ന് പറയും. ഇനി ഫോർ എ പെർട്ടിക്കുലർ ടൈം അതിന് വേറെ ചേഞ്ച് ഒന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ എന്ന് പറയും. ഓക്കെ. ഇനി നമ്മൾ ജനറൽ പഠിച്ച കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ പ്രഷർ, ടെമ്പറേച്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രോപ്പർട്ടീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് യൂണിറ്റ്. ഇൻറ്റൻസീവ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഒരു പ്രോപ്പർട്ടി ഞാൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ടെമ്പറേച്ചർ എടുത്തു. ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ ആ ഒരു ഫ്ലൂയിഡിൻ്റെ ബേസിലാണ് നമ്മൾ ആ ടെമ്പറേച്ചർ എടുക്കുക, അല്ലാതെ ആ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ബേസിലല്ല. ആ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ മാസ് ഈ ടെമ്പറേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇൻറ്റൻസീവാണ്. ഇനി തിരിച്ച് ഇപ്പോൾ ഈ ടോട്ടൽ മാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സിസ്റ്റം ചെക്ക് ചെയ്യണം, നമ്മുടെ
ഫ്ലൂയിഡും ചെക്ക് ചെയ്യണം. അങ്ങനെ രണ്ടും കമ്പൈൻ ചെയ്ത് വന്നതാണ് എന്ത് എക്സ്റ്റെൻസീവ്. അപ്പോൾ ഇൻറ്റൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി മാത്രമേ നോക്കുന്നുള്ളൂ. ദർ ഇസ് നോ ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ദ മാസ് ഓഫ് ദ സിസ്റ്റമായിട്ട് ഇതിന് ഡിപ്പെൻഡൻസി ഒന്നുമില്ല, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ സിസ്റ്റം. ഇനി എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡഡ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം ഓർ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം. അങ്ങനെ വന്നതാണ് ടോട്ടൽ മാസ്, ടോട്ടൽ വോളിയം, ടോട്ടൽ മൊമെൻറ്റം. എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യണത് എപ്പോഴും എന്താ എക്സ്റ്റെൻസീവ് യൂണിറ്റ് ആണ്. ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യുന്നത് എപ്പോഴും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റിനോൾഡ് നമ്പർ ആൻഡ് റിനോൾഡ് എക്സ്പെരിമെൻറ്റ്. നമുക്കറിയാം ലാമിനർ ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ, ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ട്രാൻസിഷൻ ഫ്ലോ. ഈ ട്രാൻസിഷൻ ഫ്ലോയിൽ നമുക്ക് ഒന്നെങ്കിൽ ലാമിനാറിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടർബുലൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ലാമിനാർ ആൻഡ് ടർബുലൻ ആവണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാരാമീറ്റേഴ്സിൻ്റെ ബേസിലാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. റെനോൾഡ്സ് എന്നൊരു സയൻറ്റിസ്റ്റാണ്, ആൻഡ് ദാറ്റ് പാരാമീറ്റേഴ്സ് ആർ വെലോസിറ്റി, ഡയമീറ്റർ ആൻഡ് വിസ്കോസിറ്റി, ഇൻ വിച്ച് വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് വെലോസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ടർബുലൻ്റ് ആക്കാൻ പറ്റും. ഡയമീറ്റർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഡയമീറ്റർ കൂട്ടി കൊടുത്താൽ നമുക്ക് ടർബുലൻ്റ് ആക്കാൻ പറ്റും. ആൻഡ് വിസ്കോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് വിസ്കോസിറ്റി കുറച്ച് കൊടുത്താൽ നമുക്ക് ടർബുലൻ്റ് ആക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഹണി ലാമിനാർ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിസ്കോസിറ്റി കുറച്ച് കൊടുത്താലാണ് നമുക്ക് എന്തിലേക്ക് ആക്കാൻ പറ്റുള്ളൂ, ടർബുലൻ്റിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 ടേമിൻ്റെ ബേസിൽ നമ്മൾ റെനോൾഡ്സ് ഒരു ഇക്വേഷൻ കണ്ടെത്തി. ദറ്റ് ഈസ് dv rho by mu, that is called Reynolds number. അപ്പോൾ ഈ റിനോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ടർബുലൻ്റ് ആണോ, ട്രാൻസിഷൻ ആണോ, ലാമിനാർ ആണോ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ അത് കണ്ടെത്തുന്നത് നോക്കാം. റിനോൾഡ്സ് നമ്പർ ഈസ് റേഷ്യോ ബിറ്റ്വീൻ ഇനേർഷ്യൽ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ്. അതായത് ഒരു ഫ്ലോ നടക്കുന്നതിൽ ഒരു ഫ്ലോയുടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, പിന്നെ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ടാവും, വിസ്കോസിറ്റി, റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അത് രണ്ടിൻ്റെയും ബേസിലാണ് നമ്മൾ റിനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇനേർഷ്യൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ma. ഇവിടെ നമുക്ക് ആക്സിലറേഷൻ ഈസ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. അപ്പോൾ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം. ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ഡെൻസിറ്റി ഇൻറ്റു വോളിമെട്രിക് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റോ av² കിട്ടി. ഇനി വിസ്കസ് ഫോഴ്സ്, അതായത് ടൗ ഈസ് ഈക്വൽ ടു എന്താ, നമ്മൾ ഓൾറെഡി വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. ഷിയർ സ്ട്രെസ് നമ്മൾ ഓൾറെഡി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ടൗ ഇൻറ്റു ഏരിയ, ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ വിൽ ഗിവ് വിസ്കസ് ഫോഴ്സ്. ഇനി ടൗ ഇസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി mu ഇൻറ്റു du ബൈ dy. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ലെങ്ത് എന്നുള്ളത് കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും v ബൈ l എന്ന്. കാരണം നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിലെ കണ്ടുപിടിക്കണം, അവിടുത്തെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള കാരണം വേരിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റിനോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു dv rho ബൈ mu എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊരു ഡയമെൻഷൻലെസ് നമ്പറാണ്. നിങ്ങൾ അതിൻ്റെ ഡയമെൻഷൻലെസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതാണ് റിനോൾഡ്സ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, റിനോൾഡ്സ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഏത് സോണിലാണെന്നുള്ളത്, അതായത് ലാമിനാർ ആണോ, ട്രാൻസിഷൻ ആണോ, അല്ലെങ്കിൽ ടർബുലൻ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിനോൾഡ്സ് എക്സ്പെരിമെൻറ്റ് കണ്ടെത്തിയത്. അതായത് ഒരു ഫ്ലൂയിഡിനെ ഈ റിനോൾഡ്സ് നമ്പറിൻ്റെ ബേസിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ടർബുലൻ്റ് ആക്കാൻ പറ്റും, ലാമിനാർ ആക്കാൻ പറ്റും, ട്രാൻസിഷൻ ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസ് ആണത്. കൺസിസ്റ്റ് ഓഫ് എ ടാങ്ക് ഓഫ് വാട്ടർ, ഇനി എ സ്മോൾ ടാങ്ക് കണ്ടെയ്നിങ് ഡൈ ആൻഡ് എ ഗ്ലാസ് ട്യൂബ്. എന്തുകൊണ്ടായിരിക്കും, നമ്മൾ വാട്ടറാണ് ഫ്ലൂയിഡ്, അത് ടർബുലൻ്റ് ആണോ എന്ന് നമുക്ക് ഒരിക്കലും വെള്ളത്തിൽ മാത്രം നോക്കിയാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡൈ ആഡ് ചെയ്യണേ. ഇനി ഒരു ഗ്ലാസ് ട്യൂബ് എന്താ യൂസ് ചെയ്യണം, നമുക്ക് ഈ ഡൈൻ്റെ വേരിയേഷൻ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് ട്യൂബ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒബ്സർവേഷൻ വന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ലോ വെലോസിറ്റി ഞാൻ കുറച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്യുപ്മെൻറ്റിൽ ഒരു ലാമിനാർ ഫ്ലോ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വെലോസിറ്റി കൂട്ടി തുടങ്ങി, അപ്പോൾ അവിടെ ഒരു ട്രബുലൻസി സ്റ്റാർട്ട് ചെയ്തു, ട്രാൻസിഷൻ തുടങ്ങി. ഇനി ഞാൻ ഹയർ വെലോസിറ്റി കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കും, ടർബുലൻ്റ് ആവും. നിങ്ങൾക്ക് ആക്ച്വലി ഡൈയുടെ ലൈൻ കാണാനേ പറ്റില്ല, മിക്സായി തുടങ്ങും തുടക്കത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് 3 സോൺ ഉണ്ടെന്ന് കണ്ടെത്തി. ഇനി ഈ റെനോൾഡ്സ് നമ്പർ വെച്ചിട്ട് നമുക്കറിയാം മിക്ക പാർട്ടിക്കിൾസിൻ്റെ ഡെൻസിറ്റിയും വിസ്കോസിറ്റിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു ഫ്ലൂയിഡ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ, അതായത് dv rho ബൈ mu വെച്ചിട്ട് ഏത് ഫ്ലോ ആയിരിക്കും നമുക്ക് കണ്ടെത്താൻ പറ്റും. വെലോസിറ്റി വേരിയേഷൻ്റെ ബേസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, പിന്നെ ഡെൻസിറ്റിയുടെ ബേസിലും വിസ്കോസിറ്റിയുടെ ബേസിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ഫ്ലോ ഏത് സോണിലാണ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 ഏരിയ ആണുള്ളത്. റിനോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 2000 എന്ന് വരാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലാമിനാർ ഫ്ലോ. റിനോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000 എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ടർബുലൻറ്റ് ഫ്ലോ. ഇൻ ബിറ്റ്വീൻ ഇറ്റ് ഈസ് ടർബുലൻറ്റ് ഫ്ലോ. അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഇന്ന ഡയമീറ്ററുള്ള പൈപ്പിലാണ്, ഇന്ന ഡെൻസിറ്റിയിലാണ്, ഇത്ര വെലോസിറ്റിയിലാണ്, ഇത്ര വിസ്കോസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അത് ഏത് സോണിലാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആ dv rho by mu സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റിനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 2000 ദാറ്റ് ഈസ് ഇൻ ലാമിനാർ ഫ്ലോ. ഇനി വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാണ്, എൻ്റെ ഫ്ലൂയിഡ് ഈ വെലോസിറ്റിയിലാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്,
പക്ഷേ ഇത് എനിക്ക് ടർബുലൻറ്റ് വെലോസിറ്റിയിലാക്കണം, ടർബുലൻറ്റ് സോണിലാക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ മിനിമം റിനോൾഡ്സ് നമ്പർ 4000 ആക്കിയിട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വെലോസിറ്റിയിൽ ആക്കി കഴിഞ്ഞാൽ ടർബുലൻറ്റ് ഫ്ലോയിൽ ആക്കാൻ പറ്റുമെന്ന് നമുക്ക് പഠിക്കാം. അത് തിരിച്ചുള്ളൊരു പ്രോബ്ലം. അപ്പോൾ ഇനി ഇൻ ബിറ്റ്വീൻ നമുക്ക് 2000 4000ൻ്റെ ഇടയിൽ വന്നതാണ് എന്ത്? ട്രാൻസിഷൻ ഫ്ലോയിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡിനെ നമുക്ക് ലാമിനാറും ആക്കാം, ടർബുലൻ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ഫ്ലോ തന്നിട്ടുണ്ട്, അത് ട്രാൻസിഷൻ സോണിലാണ്. അപ്പോൾ അതിൻ്റെ റിനോൾഡ്സ് നമ്പർ എത്രയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിനോൾഡ്സ് നമ്പർ കുറച്ച് നമുക്ക് എത്ര വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ ലാമിനാറിൽ എത്തുമെന്നും കണ്ടുപിടിക്കാൻ പറ്റും, എത്ര വെലോസിറ്റിയിൽ ടർബുലൻ്റ് എത്തുമെന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. താങ്ക് യു.